ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു കടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചധികം മാങ്ങ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടായിട്ടാണ് അച്ചാറിട്ടിരിക്കുന്നത്. കുറച്ച് വലുതായിട്ട് അരിഞ്ഞ് അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തീരെ ചെറുതായിട്ട് അരിഞ്ഞ് ഇപ്പോഴത്തെ ആവശ്യത്തിനായിട്ട് ഞാൻ അച്ചാറിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 വലിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ 2 ചുള വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ എടുത്ത് വയ്ക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും എടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വിനാഗിരി എടുത്ത് വയ്ക്കണം. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വിനാഗിരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. മാങ്ങയുടെ പുളി അനുസരിച്ച് നമുക്ക് വിനാഗിരിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 1/2 ഗ്ലാസ് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കടുകാണ് ഇനി വേണ്ടത്. ഞാൻ 2 വറ്റൽമുളക് ഇവിടെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള കറിവേപ്പില എടുത്ത് വയ്ക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും എടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് പുരട്ടിയാണ് മാങ്ങ വച്ചിരിക്കുന്നത്. അപ്പം മാങ്ങയുടെ ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഒരു നുള്ള് പഞ്ചസാര എടുത്തിട്ടുണ്ട്. എരിവും പുളിയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി കൊടുക്കാം. അതിലോട്ടൊരു പാത്രം വച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് മൊത്തം പൊട്ടി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് നമുക്ക് ഇഞ്ചി വഴറ്റി കഴിയുമ്പോൾ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വരെ ആവണം. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിവിടെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്, ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കാം. പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴറ്റാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ പരുവായി കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കണം. മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങ ഇട്ട് കഴിയുമ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. അതിനുശേഷം മാങ്ങ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇവിടെ ഞാൻ മാങ്ങ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് കിടക്കുന്ന. മാങ്ങ ചൂടായി വരുന്നതേ ഉള്ളൂ. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര, 1 നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നമ്മുടെ കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു അച്ചാറാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പച്ച കടിക്കാൻ കിട്ടുന്ന പരുവത്തിനാണ് നമ്മളിത് അച്ചാറിട്ട് വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അലുത്തിട്ട് കഴിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ഞാൻ വലുതായിട്ട് അരിഞ്ഞ മാങ്ങ ഇവിടെ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് അത് കാണിക്കാൻ തരുന്നത്. കഴിച്ചു നോക്കിക്കൊണ്ട് അച്ചാർ അടിപൊളിയായിരിക്കും. ചോണ്ട് കൂട് കഴിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. ടാറ്റാ ബൈ.